മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിലായിരുന്നു അന്ത്യം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച പരിസ്ഥിതി സ്നേഹി കൂടിയായിരുന്നു ഗാഡ്ഗിൽ. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് പൂനെയിലെ വൈകുണ്ഠ് ശ്മശാനത്തിൽ നടക്കും. 1942 മെയ് 24 പൂനെയിലാണ് ജനനം. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ചെയ്തു. ഹാർവാർഡിൽ അദ്ദേഹം ഒരു IBM ഫെലോ ആയിരുന്നു. കൂടാതെ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോയും ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്നു. ജനസംഖ്യാശാസ്ത്രം, പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം, മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം, പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ താൽപ്പര്യമുള്ള അദ്ദേഹത്തിൻ്റെതായി 215 ഗവേഷണ പ്രബന്ധങ്ങളും 6 പുസ്തകങ്ങളുമുണ്ട്. സ്ഥിരമായ ആനുകാലികങ്ങളിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലും അദ്ദേഹം എഴുതാറുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ നിലനിൽപ്പിനായി 2011 അദ്ദേഹം സമർപ്പിച്ച ഗാഡ്ഗിൽ റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലം. കേരളത്തിൽ ആവർത്തിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനവുമായി ഗാഡ്ഗിൽ രംഗത്തെത്തിയിരുന്നു. പശ്ചിമഘട്ടം സംരക്ഷിച്ചില്ലെങ്കിൽ പല പ്രകൃതി ദുരന്തങ്ങളും കാണേണ്ടി വരുമെന്നും ഗാഡ്ഗിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 10 വർഷം മുൻപ് മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി സ്നേഹി പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും പ്രാധാന്യമർഹിക്കുന്നു. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പിന്നീട് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഈ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർത്തു. പരിസ്ഥിതിക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തുവെന്ന ഉത്തരമില്ലാത്ത ചോദ്യമാണ് ഇന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പ്രതിധ്വനിക്കവേ ഉയർന്നു വരുന്നത്. മഹാനായ പരിസ്ഥിതി സ്നേഹിക്ക് വിട. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.